നമ്മൾ 9 ഗ്രോ ബാഗിൽ മണ്ണ് നിറച്ചിട്ടുണ്ട്. അപ്പോൾ കൃഷിഭവനിൽ നിന്ന് കുറച്ച് വിത്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ആ വിത്തൊക്കെ നടാൻ വേണ്ടി ഇപ്പോൾ റോഡ് സൈഡിൽ ക്ലീൻ ചെയ്യലായി, ഗ്രോ ബാഗിൽ മണ്ണ് നിറയ്ക്കലായി. അപ്പോൾ നമുക്ക് ഇനി ചീരയും പയറും മുളക് വിത്തൊക്കെ നടാം. അപ്പോൾ ഓരോന്ന് ഇട്ടുണ്ടാവാം. ഇത് വേടാ എടുത്തു വേടാ. ആ മടിയന്മാരുടെ പണിയാണ്. പുള്ളിക്ക് ഒറ്റയ്ക്ക് എടുക്കാൻ പറ്റില്ല. പുള്ളി സൈക്കിൾ കൊണ്ടുവരുന്ന സീനാണ്ടേ കാണുന്നത്. അപ്പോൾ ഞങ്ങൾ ഉടായ്പിൻ്റെ ഉസ്താദാണല്ലോ, സൈക്കിളിലേക്ക് കൊണ്ടുവരുള്ളൂ. അങ്ങനത്തെ ഉസ്താദക്കന്മാരാണ് ഇവിടെ. ഒന്ന് പറഞ്ഞാൽ 4 എന്നുള്ള ആൾക്കാരാണ് വരുന്നത്. മൊബൈൽ കാണുന്നതിനോ ഒരു മടിയില്ലാത്ത ആൾക്കാരെ കളിക്കാൻ, പണിയെടുക്കാൻ പറഞ്ഞാൽ എന്നെയായ മടിയാണ്. അങ്ങനെയാണ് ഇവരുടെ പരിപാടി. അതിച്ച് മണ്ണ് കുറവുണ്ടല്ലോ. കൂട്ടാ, ഇതാണ് പുള്ളിയുടെ പരിപാടി. ഇതാണ് പുള്ളിയുടെ പരിപാടി. തീർന്നാ? അതിൽ മണ്ണ് കുറവുണ്ടല്ലോ. അല്ല മണ്ണ് കുറവുണ്ടല്ലോ. 3 ഒരുമിച്ച് കൊണ്ടാ. ഇല്ല, അപ്പോൾ എല്ലാം ഓർഡർ ആയിട്ടുണ്ട്. നമുക്കൊരു ഓർഡറാക്കി വയ്ക്കാം. ലൈനായിട്ട് ഇങ്ങനെ കാണാനൊരു രസമൊക്കെ ഉണ്ടാവും. അപ്പോൾ ഒക്കെ അടിക്കുക ലെവലിൽ വെച്ച് കഴിഞ്ഞാൽ കാണാൻ, നമ്മൾ പച്ച സാധനങ്ങൾ കാണാൻ ഒരു മേനയുണ്ടാവും. അല്പം കവറൊക്കെ ഇങ്ങനെ മടക്കി കൃഷിഭവനിൽ നിന്ന് കിട്ടിയതാണ് കേട്ടോ. ഓണത്തിന് ഒരു മുറം പച്ചക്കറി എന്ന് പറഞ്ഞാൽ അതിനുള്ള വിത്ത് തന്നേക്കാണ്. സെപ്റ്റംബർ വരെ അതിൻ്റെ കാലാവധി നമുക്ക് നട്ടു നോക്കാം. എത്ര കണ്ട് മുളക്കുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഇതിൽ വെണ്ടയുണ്ട്, മുളകുണ്ട്, പയറുണ്ട്, ചീരയുണ്ട്. അത്ര ഐറ്റംസേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് പാവി നോക്കാം. വെണ്ട അവിടെ ഇരിക്കട്ടെ. ഞാൻ നീക്കല്ലേ, അങ്ങോട്ട് നീക്കും. നീ അവിടെ നിന്ന് ചേച്ചി പയർ ഇതോടാ വിത്തോടാ. ഒച്ച നട്ട ചീരയൊക്കെ ഉണ്ട്. എടാ പിള്ള വെറുതെ കൊടുക്കാൻ ഞാൻ വേണ്ടോ? എന്താണേ മണ്ണ് കൊള്ളില്ലേ? ആ അത് മുളയ്ക്കാത്തതാണോ നീ? ആ മുളക്കില്ലാന്ന് പറഞ്ഞേ. അപ്പൊ ആദ്യം നമുക്ക് ചീര അങ്ങോട്ട് പാവാം, എന്നിട്ട് നമുക്ക് പയറ് കേട്ടോ. പയറ് അപ്പോൾ ഈ പാക്കറ്റിന് ഈ 2 വെറൈറ്റി വിത്തുകളാണ് തന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ചീര കംപ്ലീറ്റ് ആയാണ് പാവാം. പയറൊക്കെ പുറക്കി മാറ്റി വെച്ചിട്ട് പയർ നമുക്ക് വേറെ പാവി എടുക്കാം കേട്ടോ.
1 2 3 4 5 വരെ ചെയ്ത് പോയി കേട്ടോ. ഇനി ബാക്കി 4 ഉണ്ട്. അതിൽ നമുക്ക് പയർ പോവാം. ഒരു 3 വെച്ചിടാം കേട്ടോ. മുളയ്ക്കുമെന്നൊക്കെ നമുക്ക് മുളച്ചിട്ട് പറയാം. സർക്കാരിൻ്റെ സ്ഥാപനമാണല്ലോ. സർക്കാരിൻ്റെ അല്ല, അല്ലാണ്ട് മേടിച്ചാലും ചിലത് മുളയ്ക്കാറില്ല. പഴയ വിത്തൊക്കെ കൂട്ടി കലർത്തി തരാറ്. ഇതിപ്പോൾ എങ്ങനെയാണ് നമുക്ക് മുളച്ചാലേ പറയാൻ പറ്റുള്ളൂ കേട്ടോ. ഇടവേളയായിട്ട് 2 പയർ നടാം. പയർ പോകുമ്പോഴത്തേക്കും കപ്പ വലുതായിക്കോളും മുളയ്ക്കുകയാണെങ്കിൽ. ഓഫ് ചെയ്താ ആ വിത്തെടുത്ത് വെക്കല്.